ബോധനിഭം ശിരാസനമിളത്പ്രോദ്യത്കരാംബോരുഹം സീതാലക്ഷ്മണസേവിതം കവിഗണൈ രക്ഷോഗണൈശ്ചാവൃതം ദേവബ്രഹ്മ ഭവാദിഭിർബഹുവിധൈ സ്തോത്രൈശ്ച സംസേവിതം രാമം രാക്ഷസ ധൂമകേതുമനിശം വന്ദേ ദശാസ്യന്തകം. ഹരേ ശരണമയ്യപ്പ. ജയ് ശ്രീരാം. രാമായണ മാസമാണ്. കേരളം മുഴുവൻ, വീടായ വീടുകൾ മുഴുവൻ, ക്ഷേത്രമായ ക്ഷേത്രം മുഴുവൻ, മനസ്സുകളായ മനസ്സുകൾ മുഴുവൻ രാമായണം ആഘോഷപൂരിതമായി, ഉത്സാഹപൂരിതമായി കൊണ്ടാടുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സോഷ്യൽ മീഡിയകളുടെയും കാലഘട്ടത്തിൽ രാമായണത്തിന് ഇത്രയധികം പ്രസക്തിയും പ്രാതിനിധ്യവും വന്നത് വളരെ 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 സന്തോഷമാണ്. മനുഷ്യൻ ചന്ദ്രനിലും സൂര്യനിലും സർവ്വസ്ഥലത്തും എത്തുന്ന അൾട്രാ മോഡേൺ സയൻസിൻ്റെ കാലഘട്ടമാണ്. അവിടെയും ഈ രാമായണം, എന്താണ് ഈ രാമായണത്തിൻ്റെ ശാസ്ത്രീയത, അത് വ്യക്തമായി നാം മനസ്സിലാക്കണം. അന്ധവിശ്വാസവും അനാചാരവുമില്ലാത്ത ഈ സംസ്കൃതിയിൽ ഞാനിത് പറയുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ഈ രാമായണം കർക്കിടക മാസത്തിൽ കേട്ടുകൊണ്ട് വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അതായത് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി അവൻ്റെ ദുഃഖത്തെ തരംതിരിച്ച് വിടുന്ന ഒരു മാജിക്കാണ് ഈ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ ഗ്രന്ഥങ്ങൾ. അത് ഭാഗവതമായാലും ശരി, ഭഗവത്ഗീതയായാലും ശരി, നമ്മുടെ ഏത് ഗ്രന്ഥമായാലും ശരി, ഇങ്ങളുടെ ജ്ഞാനപ്പാന ആയാലും ശരി, എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെയാണ്. എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെയാണ്. എന്ത്? ദുഃഖത്തെ തരംതിരിച്ച് വിടുക. അപ്പോൾ ഈ രാമായണ മാസം സ്വാമി ചിന്മയാനന്ദ മഹാരാജിൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ മാധവജിയുടെ നേതൃത്വത്തിൽ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് തുടങ്ങിയത്. ഏകദേശം ഒരു 10-60 വർഷമായിട്ട്, 50 വർഷത്തിനുള്ളിലാണ് ഇത് തുടങ്ങിയത്. അന്ന് ഈ കർക്കിടകത്തിൽ പഞ്ഞമാസമാണ്, പണിയില്ല, കൂലിയില്ല, വേലയില്ല, മഴ കൊണ്ട് പുറത്തിറങ്ങാനും പറ്റാത്ത ഈ ദുഃഖത്തിന്ന് ഇവരുടെ മനസ്സിനെ തിരിച്ചു വിടാനാണ് രാമായണം. രാമായണം എഴുതുന്നത് തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം. ഈ വൈദിക സംസ്കൃതിയും ഇത്രമാത്രമാണ്. മാനവ സംസ്കാരം ആരംഭിക്കുന്നത് തന്നെ ആദികാവ്യമായ രാമായണത്തിലൂടെയാണ്. നമുക്കറിയാം, രത്നാകരൻ എന്ന പിടിച്ചുപറിക്കാരൻ ഈ ആദികാവ്യമായ രാമായണത്തിലെ രത്നാകരനാണ് അമ്പലക്കമ്മിറ്റിയിൽ പോലും നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിലുള്ള എല്ലാ മിക്കവാറുള്ള മെമ്പർമാർ മുഴുവൻ ഈ രത്നാകരൻ്റെ അവതാരമാണ്. മന്ത്രിമാരുടെ പേരൊന്നും ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങൾ ഊഹിച്ചാൽ മതി. അത് ഏതൊക്കെ മുഖ്യമന്ത്രിമാർ, ഏതൊക്കെ മന്ത്രിമാർ, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ. അപ്പോൾ കട്ടുപറിക്കാനും വെട്ടിപ്പിടിക്കാനും കെട്ടി ഉയർത്താനും ബ്രൈവറി മേടിക്കാനും ചതിയും വഞ്ചനയും മാത്രം കൈമുതലാക്കിയ ആധുനിക മനുഷ്യൻ്റെ ഒരു മുഖമാണ് ആദികാവ്യമായ രാമായണത്തിൽ രത്നാകരനിലൂടെ എനിക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രത്നാകരൻ ഉയർന്ന് വളർന്ന് ആദികവിയായി
ഉയർന്നതുപോലെ നമ്മുടെയൊക്കെ മുന്നിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു അവസരമുണ്ട്. നമുക്കും ഉയരണം, നമുക്കും വളരണം, നമുക്കും ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ള ജീവിതം. ഇതിനാണ് രാമായണം പാരായണവും രാമായണ പഠനവും. രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ വിഗ്രഹം വിശേഷ ഗ്രാഹ്യത്തെ ഇതി വിഗ്രഹമായി കൊണ്ട് നടക്കുകയും അങ്ങനെ നമ്മളെ ജീവിതത്തിൽ അടിമുട്ടി ഒരു പരിവർത്തനം ഈ കർക്കിടക മാസത്തിലൂടെ തുടങ്ങണം. അപ്പോൾ ഈ സംസ്കാരത്തെ നമ്മൾ നെഞ്ചോട് ചേർക്കും. അപ്പോൾ ഈ സംസ്കാരത്തിൻ്റെ മഹനീയത നമുക്ക് മനസ്സിലാവണം. അപ്പോഴാണ് നമ്മുടെ കുട്ടികളും ഇത് ആക്സെപ്റ്റ് ചെയ്യുക. അവരോട് പറയുക, ഈ രത്നാകരൻ വാത്മീകി ഋഷിയായത് സപ്തർഷികളുടെ സാന്നിധ്യത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ആ ഓപ്പർച്യൂണിറ്റിയെ വികസിപ്പിക്കുകയാണ്, സർഗാത്മകത വികസിപ്പിക്കുകയാണ്, വികസന തത്വസംഹിതയാണ് രാമ മന്ത്രം. മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനനാൽ ത്രായതേ ഇതി മന്ത്രാഹ, മനസ്സിനെ സംരക്ഷിക്കുകയും മനസ്സിനെ വളർത്തുകയും ചെയ്യുന്ന രാമതത്വം, രാമവിഗ്രഹം. എങ്ങനെയാണോ ഈ ചക്കക്കുരുവിൽ ഒരു പ്ലാവിനെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നത് പോലെ രാമനാമത്തിൽ ഒരു വലിയ ജീവിതം അത് നമുക്ക് സാധിക്കും. ഇത് കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന കാര്യത്തിനകത്ത് ഈ ഒരു പ്രിൻസിപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് IAS IPS MBBS എൻജിനീയറിങ്ങോ ചാർട്ടേഡ് അക്കൗണ്ടോ എന്ത് വേണം ഈസിയായി അച്ചീവ് ചെയ്യാൻ പറ്റും. വാത്മീകി എന്ന് പറഞ്ഞ ചിതൽപുറ്റാണ്, അതൊരു തപസ്സാണ്. അപ്പോൾ പഠനത്തിൽ പരിശ്രമവും അറിവും കഴിവും ഇംപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കും അവരുടെ ജീവിതമാകുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് രാമായണത്തിലൂടെ നമ്മൾ അവരെ പഠിപ്പിക്കണം. അപ്പോഴോ ആ ശ്രീരാമൻ്റെ ജീവിത തത്വങ്ങൾ എന്താണെന്ന് ആദ്യം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ ഉൾക്കൊണ്ടിട്ട് അൾട്രാ മോഡേൺ സയൻസിനും ബുദ്ധിക്കും യുക്തിക്കും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം. ആദികാവ്യം തുടങ്ങുന്നത് തന്നെ മാനിഷാദ പ്രതിഷ്ഠാം ത്വ മഗമ ശശ്വതി സമ യത് ക്രൗഞ്ച മിഥുനേക മവധി കാമമോഹിതം. ഇവിടെ മാനിഷാദ ആദികാവ്യത്തിൽ എഴുതി വെച്ചിരിക്കാൻ അരുതേ വേട. ഇത്രയും വലിയൊരു വാക്ക് 4 പതിറ്റാണ്ട് കാലം വേദോപാസകനായി അദ്വൈത വേദാന്ത വിദ്യാർത്ഥിയായി ജീവിക്കുന്ന എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ ചങ്കൂറ്റത്തോടുകൂടി അധികാരി വർഗത്തിനോട് ചോദിക്കുകയാണ്, മാനിഷാദ അരുതേ നിന്റെ വേടത്വം. എവിടെ അധർമ്മം കണ്ടു കഴിഞ്ഞാലും ആ അധർമ്മത്തിനെതിരെ കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, വ്യക്തിയിൽ നിന്നും ഉയർന്ന വ്യക്തിത്വമാണ്. ഇവിടെ രത്നാകരൻ എന്ന വ്യക്തിയിൽ നിന്നും വാത്മീകി എന്ന വ്യക്തിത്വത്തിലേക്ക് ഉയർന്നതുപോലെ നമ്മളും ഉയരണം, അധർമ്മത്തിനെതിരെ കൈ ചൂണ്ടണം. മാനിഷാദ അരുതേ വേട എന്ന്. അത് ഏത് നരേന്ദ്രമോദി, ഏത് പിണറായി വിജയൻ, ഏത് രാഷ്ട്രപതി, ഏത് സുപ്രീം കോടതി ജഡ്ജി ആരായാലും അധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാനിഷാദ എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങളും ഞാനും അടങ്ങുന്ന ഹിന്ദു സമൂഹത്തിന് ഉണ്ടാകണം. അതിനാണ് ആദികാവ്യം. ഇതാണ് മക്കളെ ആദികാവ്യത്തിലെ അന്തർലീനമായ തത്വം എന്ന് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അപ്പോഴവർ കൈയടിച്ച് പഠിക്കും. നിങ്ങൾ പഠിക്കണം. ആദ്യക്ഷരം മുതൽ മേലോട്ട് തയ്യാറാകണം ആജ്ഞാശക്തിയായി മുന്നോട്ട് എന്ന് ഫുകാസോ പുരോഗമന കലാസാഹിത്യ സാംസ്കാരിക സമിതിക്കാർ പണ്ട് പറഞ്ഞതുപോലെ ഇപ്പം അതൊന്നുമില്ല കേട്ടോ. ഇപ്പം എല്ലാം
ഇപ്പെല്ലാം ഠിം. അപ്പോൾ ഈ മാനുഷാദ എന്ന് പറയാനുള്ള ചങ്കൂറ്റം മാനവരാശിക്ക് മുന്നിൽ എഴുതുകയാണ് ആദ്യമായി ആദികവിയായ നമ്മുടെ വാത്മീകി ഋഷി എഴുതുകയാണ്. എന്ത്? മാനുഷാദ. അപ്പം കാടത്വം എവിടെയുണ്ടായാലും, അത് ഭാര്യയായാലും മക്കളായാലും അച്ഛനായാലും അമ്മയായാലും, അവരുടെ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ പാലിക്കാതിരിക്കുമ്പോൾ മാനുഷാദ എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകണം. ആ ചങ്കൂറ്റത്തിൻ്റെ പേരാണ് വാത്മീകി ഋഷി. അതിന് ശ്രീരാമ തത്വ ഉപാസന വേണം. എന്താണ് രാമൻ? രമതേ സർവഭൂതേഷു ചാപരേഷു ചരേഷു ച അന്തരാത്മസ്വരൂപേണ. അന്തരാത്മാവിലാണ് രാമൻ കുട്ടികൊള്ളുന്നത്. അപ്പം ഈ അമ്പും വില്ലുമെടുത്ത രാമൻ ആയി സ്വയം നമ്മൾ ഉയരണം. ശ്രീശങ്കര ഭഗവത്പാദരുടെ ശ്രീരാമ ഭുജംഗ പ്രയാണ സ്തോത്രം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിൽ പഠിപ്പിച്ച് അവസാനമാകുമ്പോൾ ശങ്കരാചാര്യർ അവസാനിപ്പിക്കുക, ഇന്ന് മുതൽ നീ ശ്രീരാമനായി ജീവിക്കണം, വളരണം എന്ന്. ഇതാണ് ഋഷീശ്വരന്മാർ. പാപികളെ നമ്മളെ ഡിപ്രസ് ചെയ്യുമല്ലേ എന്ന്, നമ്മളെ വിട്ട് ഉയർത്തുകയാണ്, ആകാശത്തോളം ഉയർത്തുകയാണ്. യത്ക്രൗഞ്ച മിഥുനാംനേക, പക്ഷികളിൽ ഇണപ്പക്ഷികളാണ്. ഇവിടെ ഒരു H2O 2 മോളിക്യൂൾ ഹൈഡ്രജൻ 1 മോളിക്യൂൾ ഓക്സിജനും കൂട്ടിച്ചേരുന്നത് പോലെ കുടുംബമാകുന്ന പശ്ചാത്തലത്തിൽ ഇണകളായി ജീവിച്ചുകൊണ്ട് ജീവിതം സന്തോഷപ്രദമായി ഐശ്വര്യപ്രദമായി ജീവിക്കണം എന്നുള്ളതാണ് ഇണപ്പക്ഷികളുടെ ഈ പക്ഷികളുടെ തത്വസംഹിത നമ്മൾ മുണ്ടകോപനിഷത്തിലൊക്കെ കാണുന്നില്ലേ? ആ തത്വം തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പക്ഷികളിൽ അവിടെ ഇരിക്കുന്നത് ഒരു മരക്കൊമ്പിലാണ്. ആ മരക്കൊമ്പ് എന്ന് പറയുന്നത് രാമായണം പറയുന്നു, ആ പക്ഷികൾ മരക്കൊമ്പിന് വിശ്വസിച്ചിട്ടല്ല അവിടെ ഇരിക്കുന്നത്, മറിച്ച് അവനവൻ്റെ ചിറകിലുള്ള ആത്മവിശ്വാസം വികസിപ്പിക്കുക എന്നുള്ള വികസന തത്വസംഹിതയാണ്. അപ്പോൾ അരുത് കാട്ടാള അരുത് എന്ന ദുഃഖം, ശോകം, വിഷമം 24,000 ശ്ലോകങ്ങളായി വളർന്ന് വികസിച്ചതാണ് രാമായണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വരുന്ന ഓരോ നിസ്സാരമായ ദുഃഖങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് സന്തോഷ സംതൃപ്ത ജീവിതത്തിലേക്ക് ഉയരാൻ ഈ ശ്ലോകം എന്ന് പറഞ്ഞാൽ താളാത്മകമായി ഉയരണം, താളാത്മകമായി വികസിക്കണം. ഇതാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വേദവ്യാസ ഭഗവാൻ ആധ്യാത്മ രാമായണത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അത് എഴുതി തുടങ്ങുമ്പോൾ തന്നെ ബഹു രസമാണ്. ഉമാ മഹേശ്വര സംവാദമായിട്ടാണ് രാമായണം. എന്താണ് ഉമാ മഹേശ്വര സംവാദം? ഒരു ദിവസം പാർവതീദേവി ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ മടിയിൽ പോയിരുന്ന് പരമേശ്വരൻ്റെ മടിയിൽ പോയി പാർവതീദേവി ഇരുന്നു കൊണ്ട് ഒരു 501 ബാർ സോപ്പ് എടുത്ത് സോപ്പിട്ടുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ ജഗതീശ്വരനായ പരമേശ്വര, അങ്ങയുടെ അവതാരമായ, ശ്രദ്ധിക്കണം, ശ്രീരാമ കഥകളല്ല, ശ്രീരാമ തത്വം എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ തത്വത്തിലാണ് വിത്ത് കിടക്കുന്നത്, വിത്തിലാണ് ഭ്രൂണം കിടക്കുന്നത്. ഭ്രൂണം വികസിച്ച് വിത്ത് വികസിച്ചിട്ടായിട്ടാണ് വൃക്ഷമായി മാറുന്നത്. ഇതാണ് തത്വം. ഈ തത്വമാണ് നാമം, തത്വം, വിഗ്രഹം, അത് പിന്നെ ആത്മജ്ഞാനത്തിലോട്ട്. ഇങ്ങനെയുള്ള വികസന തത്വസംഹിതയാണ് രാമായണം. അവിടെ ഉമാമഹേശ്വര സംവാദം, അതിൽ സീതാപതിയായ രാമനെയാണ്, രാമൻ്റെ പതിയായ സീതയെ അല്ല, സീതാപതിയായ രാമനെയാണ്. ആ രാമൻ്റെ തത്വങ്ങൾ എനിക്കൊന്ന്, ഇപ്പോൾ രാമായണം വായിക്കുമ്പോൾ ഇനി മുതൽ ശ്രദ്ധിക്കണം, രാമൻ്റെ തത്വമാണ്
നമുക്കെല്ലാവരും മഹാസൗഭാഗ്യവന്മാരാണ്. 500 വർഷം മുന്നേ തകർത്ത നമ്മുടെ അയോധ്യയിലെ ശ്രീരാമൻ്റെ ക്ഷേത്രം ഇപ്പോൾ വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, അവിടെ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ അവിടെ അതിഗംഭീരമായ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹ തത്വമാണ്, ഈ തത്വമാണ് രാമായണം. അപ്പോൾ രാമായണ തത്വം ഉൾക്കൊള്ളണം, നമ്മൾ പഠിക്കണം. എന്നാലേ നമ്മളെ മക്കൾക്കും വരും തലമുറയ്ക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഈ നമ്മുടെ ഉമാമഹേശ്വര സംവാദത്തിൽ, അധ്യാത്മരാമായണത്തിൽ, ബാലകാണ്ഡത്തിൽ നല്ല ബ്യൂട്ടിഫുള്ളായി തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളത്തിൽ നമുക്ക് എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ സൗന്ദര്യം എന്തുമാത്രമുണ്ടെന്ന് ആസ്വദിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവും. പരമേശ്വരൻ്റെ മടിയിലിരിക്കുന്ന ആ ഒരു പാർവതി ദേവി, ഇതൊരു വിഷനും മിഷനുമാണ്, ഗൃഹസ്ഥാശ്രമികൾക്കുള്ളതാണ് രാമായണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ പെരുമാറേണ്ടത്? ആധുനിക മലയാളി ഹിന്ദു കുടുംബത്തിൻ്റെ ഫാഷനാണ് ഡൈവേഴ്സ്. മിക്ക പെൺകുട്ടികളും ലിവിങ് ടുഗദറിലാണ്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം മുതൽ രാവിലെ വരെയും അടിച്ച് പിരിഞ്ച്, ജഗതിയും മോഹൻലാലും പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഉള്ള ഓരോ കുടുംബത്തിലും ഭാര്യയും ഭർത്താവും. അങ്ങനെയുള്ളവരൊന്നും രാമായണം തൊടരുത്. രാമായണം തൊടുന്ന ഗൃഹസ്ഥാശ്രമികളായ നാം ഓരോരുത്തരും അവനവൻ്റെ നെഞ്ചിൽ കൈതൊട്ട് കൊണ്ട് സത്യം ചെയ്യണം, ഇന്ന് മുതൽ മരണം വരെ എൻ്റെ പ്രാണസഖിയാണ് എൻ്റെ ഭാര്യ, എൻ്റെ നാഥനാണ്, എൻ്റെ ആത്മബന്ധുവാണ്, എന്നെ വികസിപ്പിക്കുന്ന ഭർത്താവ് എന്ന് പറയുന്ന വാക്കിനർത്ഥം മനസ്സും ശരീരത്തെയും വികസിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഭർത്താവ്, മരണം വരെയും ഞാൻ ഇദ്ദേഹത്തിനെതിരായിട്ടൊന്നും തിരിച്ച് സംസാരിക്കില്ല എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് ഒരു ഐക്യം കുടുംബ അന്തരീക്ഷത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഋഷീശ്വരൻ്റെ വിഷനും മിഷനും. ഇതാണ് രാമായണം. ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ സുദൃഢതയുടെ ഉദാത്തമായ പ്രതീകമാണ് ശിവപാർവതി സങ്കല്പവും സീതാ ശ്രീരാമ സങ്കല്പവും. അതിന് ഉമാമഹേശ്വര സംവാദം, സീതാപതി രാമൻ. അതിന് ഈ നമുക്കെല്ലാവർക്കും മാതൃകയാണ് സീതാദേവി. ആ ശ്രീരാമൻ്റെ മടിയിലിരുന്നു കൊണ്ട് പറയുകയാണ്, മംഗലാത്മാവേ മമ ഭർത്താവേ ജഗത്പദേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേ പന്നകവിഭൂഷണ, ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഇത്രയും മധുരമായ ഒരു പദം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതിന് മുന്നേ കേട്ടിട്ടുമില്ല, ഒരു കാണുമില്ല. ഇതാണ് രാമായണം എന്ന് നമ്മുടെ മക്കളെ, ഓരോ കുട്ടികളെയായിട്ട് പഠിപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മളെ പെൺമക്കളെ പഠിപ്പിക്കണം. എന്താണ് ശിവനും പാർവതിയും തമ്മിലുള്ള ദാമ്പത്യം. മംഗലാത്മാവേ, സുമംഗലമായ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും അന്തരാത്മാവായ എൻ്റെ മാംഗല്യം, എൻ്റെ നെടുമാംഗല്യം, എൻ്റെ മംഗളം, എൻ്റെ ജീവിതത്തിൻ്റെ പൾസായ എൻ്റെ അന്തരാത്മാവിൻ്റെ ആത്മസഖിയായ മംഗലാത്മാവേ മമ ഭർത്താവേ, എൻ്റെ സ്വന്തം ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തെ അടിമുടി പരിവർത്തനം നടത്തി വികസിപ്പിക്കുന്നവനെ. അതാരാണ്? ജഗത്തിൻ്റെ പതി കൂടിയാണ്. എൻ്റെ പതി ആരുടെയും കൂടെയാണ്? ഈ ജഗത്തിൻ്റെ പതിയും കൂടിയാണ്. പതി എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ, നിയന്ത്രാതാവ് എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ഒരു പൊക്രാനിൽ അടൽ ബിഹാരി വാജ്പേയി പൊട്ടിച്ചണക്കനെ ഒരു 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 മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതിനെന്താ നേരത്തെ പറഞ്ഞ വാക്കെന്താണ് പറഞ്ഞത്? നമ്മൾ ഈ ഗംഗാ കാമുക,
ഗംഗാ കാമുക. നോക്കണം, ഈ കഴിഞ്ഞ മാസം പെരുമ്പാവൂർ ഒരു ചേട്ടൻ സന്ധ്യയ്ക്ക് ഇങ്ങനെ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അപ്പോൾ കക്കൂസി പോകാൻ തോന്നുന്നു, മൂത്രമൊഴിക്കാൻ വേണ്ടി കക്കൂസി പോയി. ആ സമയത്ത് ഭാര്യ വന്നിട്ട് മൊബൈൽ എടുത്തു വന്ന് നോക്കുന്ന സമയത്ത് കൂട്ടുകാരിക്ക്, സ്കൂളിൽ പഠിച്ച കൂട്ടുകാരെ, ഇപ്പം 55 വയസ്സായി, പണ്ട് സ്കൂളിൽ പഠിച്ച കൂട്ടുകാരിക്ക് കുറച്ച് എന്തൊക്കെയോ ചാറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിർത്തിയപ്പോൾ ഉമ്മ 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 3 പ്രാവശ്യം ഉമ്മ എന്ന് എഴുതിയിട്ട് അവിടെ വെച്ചു. ഇതാണ് ഈ പുള്ളിക്കാരി വായിച്ചത്. വായിക്കലും നേരെ അടുക്കളയിലോട്ട് പോവുകയും 1 ലിറ്റർ വെളിച്ചെണ്ണ എടുത്ത് ചീനച്ചട്ടിയിൽ ഒഴിക്കലും തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഇദ്ദേഹം മൂത്രം ഒഴിച്ചിട്ട് അവിടെ വന്ന് ഇരുന്നു. അപ്പോൾ വീട്ടിലല്ലേ, ഇയാൾ കോണവും മുണ്ടൊന്നും ഇല്ലാണ്ട് ഒരു മുണ്ട് മാത്രം എടുത്തിട്ടാണ് ഇരിക്കുന്നത്. ഇയാൾ വീണ്ടും തോണ്ടാൻ തുടങ്ങിയപ്പോൾ ഈ ചേച്ചി തിളച്ച വെളിച്ചെണ്ണ എടുത്ത് കൊണ്ടുവന്നിട്ട് ലിംഗത്തിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ ആധുനിക മനുഷ്യരോട് പറയുകയാണ്, രാമായണത്തിലൂടെ പാർവതീദേവി പറയുന്നതാണ്, ഗംഗാധര എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ എന്താടി എന്ന് ചോദിക്കും. അപ്പോൾ ആണ് പറയുന്നത് ഗംഗാ കാമുക. ബ്യൂട്ടിഫുള്ളാണ്. ഗംഗയെ കാമിക്കുന്ന അതൊരു ഒരു 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 പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയാണ്. ഇപ്പോൾ എൻ്റെ ഭാര്യ വന്നിട്ട്, നിങ്ങളുടെ കൂട്ടുകാരി നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കഴിഞ്ഞ ആഴ്ച ഒരു തമാശയുണ്ടായി. എൻ്റെ ഒരു കൂട്ടുകാരി മരിച്ചു. അപ്പോൾ ഉടൻ തന്നെ ഞാൻ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എടി എൻ്റെ കൂട്ടുകാരി മരിച്ചു കേട്ടോ. അയ്യോ, ഭാര്യ ഞെട്ടിപ്പോയി. ഏതാണ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഇതുവരെ ഒക്കെ പറയാം. 2 ദിവസം ഞാൻ പുള്ളിക്കാരിയെ ഒരു 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 ഇത് ചെയ്തു. ഞാൻ പറഞ്ഞു, എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞു, പറ്റിയൊന്നുമില്ല, ഇങ്ങനെ ആസ് യൂഷ്വൽ. നിങ്ങളുടെ കൂട്ടുകാരിയോ? ആ പുള്ളിക്കാരി വീണ്ടും ഞാൻ ത്രില്ലടിപ്പിച്ചു. അവസാനം പറഞ്ഞു, എടി പുള്ളിക്കാരി പ്രായമായിട്ട് മരിച്ചതാണ്. അത് വരെ അറബിക്കടലിൽ തിരമാരി അടിക്കുന്ന ഈ എണ്ണ തിളക്കുന്ന കണക്കാണ് പുള്ളിക്കാരിയുടെ മനസ്സ്. എന്താ, ഇതാണ് ആധുനിക മനുഷ്യൻ. അപ്പോൾ പുള്ളിക്കാരി, എൻ്റെ കൂട്ടുകാരി 84 വയസ്സായിട്ടാണ് മരിച്ചത്. അപ്പോൾ ഇവിടെ പാർവതീദേവി പറയുകയാണ്, ഗംഗാ കാമുക പരമേശ്വര ദയാനിധേ, നിങ്ങൾക്ക് എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. പന്നകഭൂഷണ, ഞാൻ അനുഗ്രഹീതയായി. മടിയിൽ കയറി ഇരുന്നപ്പോൾ തന്നെ എന്താണ് പറയുന്നത്? ഞാൻ അനുഗ്രഹീതയായെന്ന്. ഭാരതീയ ഹൈന്ദവ സ്ത്രീത്വത്തോട് പാർവതീദേവി പറയുകയാണ്, ഭർത്താവിൻ്റെ സാമീപ്യമാണ് ജീവിതത്തിൻ്റെ അനുഗ്രഹം. ഇത് പഠിക്കണം. ഇത് പഠിക്കാതെ മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. അപ്പോഴാണ് നമ്മൾ റോൾ മോഡലായി മാറുക നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, ഒരു അഡ്വക്കറ്റ്, അയാളുടെ ഭാര്യ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഞാനുമായിട്ട് കുറച്ച് സംസാരിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ തിരുമേനി തലേന്ന് ദിവസം വരെ ഷർട്ട് അലക്കിയത് ശരിയായിട്ടില്ല, ചോറ് ശരിയായിട്ടില്ല, കൂട്ടാൻ ശരിയായിട്ടില്ല, തുടച്ചത് ശരിയായിട്ടില്ല, വൃത്തികേടായിട്ടില്ല. 40 വർഷം, ഏകദേശം 10-30 വർഷത്തോളം വഴക്കിട്ടുകൊണ്ട് ജീവിച്ചു. ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് ഭാര്യ ചേതനയേറ്റ ശരീരമാണ് എൻ്റെ കൂട്ടത്തിൽ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതുപോലെ തകരരുത്, തളരരുത്. ഒരൊറ്റ മനുഷ്യൻ ഇതുപോലെ നശിക്കരുത്, ഇതുപോലെ വിഷമിക്കരുത്. അങ്ങനെയുള്ള ജീവിതം പരമാനന്ദപരമായി കൊണ്ടുപോകാനാണ് രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ ഉമാമഹേശ്വര സംവാദമായി വേദവ്യാസ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗത്പദേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേ പന്നകവിഭൂഷണ, ഞാൻ അനുഗ്രഹീതയായി, ധന്യയായി, കൃതാർത്ഥയായി, സ്വസ്ഥയായി വന്നേനല്ലോ. ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ, വൈദിക സംസ്കൃതിയുടെ ഏക വാക്കാണ് സ്വസ്ഥതയായി വന്നേനല്ലോ എന്ന്. നമ്മളൊക്കെ ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥത. നമ്മളിപ്പം ഭാര്യനെ കുറേ ചീത്ത പറയുമ്പോൾ അവൾ എന്താ മറുപടി പറയാ? എൻ്റെ പൊന്ന് ചേട്ടാ, എനിക്കൊരൽപ്പം സ്വസ്ഥത തരൂ. ഭർത്താവ് കുറേ അങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ ഭാര്യ എന്ത് പറയും? എനിക്കൊരൽപ്പം സ്വസ്ഥത
സ്വസ്ഥത തരൂ. ഈ സ്വസ്ഥതയെ അന്വേഷിച്ചു കൊണ്ടുള്ളതാണ് കുടുംബജീവിതം. അതുകൊണ്ട് ഇവിടെ പാർവതീദേവി, പാർവതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പറയുന്നു ജ്ഞാന പർവ്വതനന്ദിനി, ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു വിജ്ഞാന ഘനരൂപിണി. ജ്ഞാനമാകുന്ന അറിവാകുന്ന പർവ്വതമായതുകൊണ്ടാണ് സ്വന്തം ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷകരമായി ചോദിക്കുകയാണ്, ഗംഗാ കാമുകാ പരമേശ്വര. നോക്കൂ ആ മനസ്സിൻ്റെ മാധുര്യം, സെൻസ് ഓഫ് ഹ്യൂമർ എന്താണെന്ന് നമ്മൾ രാമായണത്തിലൂടെ പഠിക്കണം. എങ്ങനെയാണ് ദാമ്പത്യമെന്ന് നമ്മൾ ഈ ഉമാമഹേശ്വര സംവാദത്തിലൂടെ പഠിക്കണം. അങ്ങനെ നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് രാമായണത്തിൻ്റെ എസൻസ് എന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ, സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹത്താൽ നിർമ്മലം, രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോ ഗളിതമാവോളം പാനം ചെയ്താലും. രാമതത്വാമൃതം രസായനം. ഈ രസായനം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? രസിക ഭുവിഭാവുകാഹ, രസികന്മാരായി മാറും. അങ്ങയുടെ മുഖത്ത് നിന്നും ഈ രാമായണം ഞാൻ കേട്ടിട്ട് എൻ്റെ ജീവിതം ഭാഗവത തത്വാമൃതം കുടിച്ചിട്ട് ഞാനിതാ രസികയായി എന്ന്. നമ്മുടെ ഭാര്യ രസികയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളും രസികന്മാരാവും. രസികന്മാരും രസികമാരുമായി മാറാൻ രാമതത്വാമൃതം കുട്ടിക്കണം. അപ്പോൾ രാമായണം എന്താണെന്ന് നമ്മളെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ നമ്മളോട് ചോദിക്കുമ്പോൾ മറുപടി പറയണം, ഇത് രാമതത്വ അമൃതമാണ്, അമൃതത്വത്തിലോട്ടുള്ള പ്രയാണമാണ്, അമൃതത്വത്തിലോട്ടുള്ള പ്രയാണമാണ്. എന്താണ് അമൃതത്വം? അമൃതത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരീയ ബുദ്ധി, ഭഗവത് ബോധം, പ്രസാദ ചിത്തം, ഒന്നുമില്ല, സർവ്വതും ഈശ്വരാർപ്പിതമായിട്ടുള്ള ഒരു ജീവിതത്തിന് നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് രാമായണം. നമുക്കറിയാം വേദവ്യാസ ഭഗവത്പാദ വിരചിതമായ അധ്യാത്മരാമായണമാണ് മലയാളത്തിലേക്ക് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണമായിട്ട് എഴുതിയിട്ടുള്ളത്. അധ്യാത്മരാമായണമെന്ന പേരിന്നിത മധ്യായനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാകും. എന്താ ഉണ്ടാവുക? അധ്യാത്മജ്ഞാനമുണ്ടാകും. ഈ അധ്യാത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ അർത്ഥം ശ്രീരാമൻ്റെ അനുജൻ നമ്മളെ പഠിപ്പിക്കും. അക്ഷരബ്രഹ്മയോഗം എന്ന ഭഗവത്ഗീതയിൽ പറയും, അക്ഷരബ്രഹ്മ പരമോ സ്വഭാവാധ്യാത്മമുച്യതേ. സ്വഭാവത്തെയാണ് ആധ്യാത്മികത, അധ്യാത്മം എന്ന് പറയുന്നത്. ഈ സൽസ്വഭാവത്തെയാണ്. അപ്പോൾ ദുസ്വഭാവങ്ങൾ, ആസുരീകമായ സ്വഭാവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവശേഷിക്കുന്നതാണ് നേതി നേതി നേതി, ഇതല്ല പിന്നെ ഇതി സന്തോഷ സംതൃപ്ത ജീവിതമാണ് അധ്യാത്മം എന്ന പേരിൻ്റെ അർത്ഥമെന്നാണ് പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ പറയുന്നത്. അതാണ് അധ്യാത്മരാമായണം എന്ന പേരിന്നിത മധ്യായനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാകും. അപ്പോൾ രാമായണം വായിക്കുന്നവർക്ക് എന്നല്ല ഞാനിത് പറഞ്ഞു എന്ന് ആരോടും പറയണ്ട. രാമായണം അധ്യയനം ചെയ്യുന്ന അധ്യാപകന്മാർ, പഠിക്കുന്നവർക്ക്. അപ്പോൾ രാമായണത്തിലെ രാമതത്വങ്ങൾ പഠിച്ച് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വയം രാമനായി നമ്മൾ ഉയരുമ്പോൾ നമ്മളെ മനസ്സ്, നമ്മളെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ കർമ്മങ്ങൾ എല്ലാം വളരെ ശ്രേഷ്ഠമായി മാറും. അപ്പോൾ രാമായണം ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാമോ വിഗ്രഹവാൻ ധർമ്മ, ഏറ്റവും നല്ലൊരു ഭർത്താവായി മാറും, ഏറ്റവും നല്ലൊരു ഭാര്യയായി മാറും, ഏറ്റവും നല്ലൊരു അച്ഛനായി മാറും, ഏറ്റവും നല്ലൊരു അമ്മയായി മാറും, ഏറ്റവും നല്ലൊരു മകളായി മാറും, ഏറ്റവും നല്ലൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു
സിറ്റിസണായി മാറും, ഒരു നല്ല വ്യക്തിത്വമായി മാറും. അങ്ങനെ വ്യക്തിയായി മാറുമ്പോഴേക്കും ആ വ്യക്തിയിൽ നിന്നും വ്യക്തിത്വമായി സമൂലമായ പരിവർത്തനം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ എനിക്കുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കുണ്ടാവും, എൻ്റെ അച്ഛനുണ്ടാവും, എൻ്റെ അമ്മയ്ക്കുണ്ടാവും, എൻ്റെ മക്കൾക്കുണ്ടാവും, എൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടാവും, നിങ്ങൾ ഓരോരുത്തർക്കും. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഐശ്വര്യപ്രദമായ ജീവിതം. ആ ജീവിതം രാമതത്വം, രാമായണ തത്വം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാകും. ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ചോറും കൂട്ടാനും കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവും. ഔഷധം സേവിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമുണ്ടാകും. ശ്രദ്ധിക്കണം. ബിഫോർ മീൽസ്, ആഫ്റ്റർ മീൽസ് ഗുളിക വാങ്ങിച്ചു കഴിഞ്ഞാൽ രോഗം മാറും. അതുപോലെ രാമായണ തത്വം അറിഞ്ഞ് ജീവിതത്തിൽ അധ്യയനം ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാലോ പുത്രസന്തതി, ധനസമൃദ്ധി, ദീർഘായുസ്സും, മിത്രസമ്പത്തി, കീർത്തി, രോഗശാന്തിയുമുണ്ടാകും. ഭക്തിയും വർദ്ധിച്ചിടും, മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും. തുടർന്ന് പഠിക്കണം. തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. നിങ്ങളുടെ ജീവിതം സീതയെയും ശ്രീരാമനെ പോലും സംതൃപ്ത ജീവിതം ആചരിക്കണം. ഇനി ഏറ്റവും വലിയ തമാശ എന്നാൽ അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ ലങ്കയിൽ പോകുന്നു, എന്നിട്ട് അവിടെ സീതയെ കൊണ്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് നോക്കുമ്പോൾ ലക്ഷ്മണനെ കാണാനില്ല. ലക്ഷ്മണൻ നോക്കുമ്പോൾ ലക്ഷ്മണൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ലങ്ക. അപ്പോൾ ഈ ലങ്ക എന്താണ്? ലങ്കയുടെ മതിലുകൾ മുഴുവൻ വെള്ളിയിലാണ്, ഡോറിൽ മുഴുവൻ സ്വർണ്ണമാണ്. ഈ സമ്പത്തും രാമൻ്റെ നമ്മുടെ രാവണൻ്റെ സൗന്ദര്യം എന്ന് ചോദിച്ചാൽ രാവണൻ 10 തല എന്ന് പറഞ്ഞാൽ അപാരമായ വ്യക്തിത്വമാണ്, അപാരമായ ബുദ്ധിയാണ്. ഈ സൗന്ദര്യം ഇതൊക്കെ കണ്ടിട്ട് ലക്ഷ്മണൻ അതിലും മയങ്ങി വീണുപോയി. സ്വർണത്തിൻ്റെ ഡോറിങ് വലിച്ചടക്കുമ്പോൾ വാ ലക്ഷ്മണ ഇവിടെ വാന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ജനനി ജന്മഭൂമിശ്ച സ്വർഗാതപി ഗരിയസി. വാടാ, നമുക്ക് നമ്മുടെ ജന്മഭൂമിയിലോട്ട് പോവാം. ഈ ഭാരതം എന്ന് പറയുന്നത് കർമ്മങ്ങളുടെയും ഋഷിമാരുടെയും വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ഭാഗവതത്തിൻ്റെയും ഭഗവത്ഗീതയും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും വിശ്വമാനവികതയുടെയും സംസ്കാരത്തിൻ്റെയും വിശ്വഗുരുവിൻ്റെയും രാഷ്ട്രമാണടാ എൻ്റെ രാഷ്ട്രമായ ഭാരതം. നമുക്ക് ഭാരതത്തിലോട്ട് തിരിച്ചുവിടാന്ന് പറഞ്ഞ് അവിടുന്ന് ഉടൻ തന്നെ ലങ്കയിൽ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റും പിടിച്ച് നേരെ ഇങ്ങോട്ട് വരുന്നു. ആ ജീവിത മാധുര്യം, ആ കുടുംബ പശ്ചാത്തലം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ. ജയ് ശ്രീരാം.